എം മണികണ്ഠൻ ഛായാഗ്രഹണം നിർവഹിക്കുകയും സംവിധാനം ചെയ്യുകയും ചെയ്ത 2016 തമിഴ് ഭാഷയിലെ നിയോ നോയർ സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രമാണ് കുട്രമേ ദണ്ഡനെ, കുറ്റം തന്നെ ശിക്ഷ. വിദാർഥ്, പൂജ ദേവരിയ, ഐശ്വര്യ രാജേഷ് എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഫിയോഡർ തദേവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നോവലിനെ ആസ്പദമാക്കിയാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ടണൽ വിഷൻ ബാധിച്ച രവി എന്ന യുവാവ് ഒരു ക്രെഡിറ്റ് കാർഡ് കളക്ഷൻ ഓഫീസിൽ കളക്ഷൻ ബോയ് ആയി ജോലി ചെയ്യുന്നു. അനു അദ്ദേഹത്തിൻ്റെ സീനിയർ ഓഫീസറും അടുത്ത സുഹൃത്തും കൂടിയാണ്. നിരവധി ഫ്ലാറ്റുകളാൽ ചുറ്റപ്പെട്ട ഒരു ഹൗസിംഗ് കോളനിയിലാണ് രവി താമസിക്കുന്നത്. അവൻ താമസിക്കുന്നത് 1ാം നിലയിലാണ്. തൻ്റെ വീടിൻ്റെ എതിർവശത്ത് താമസിക്കുന്നത് ശ്വേത എന്ന യുവതിയാണ്. രവി എപ്പോഴും ബാൽക്കണിയിൽ നിന്ന് അവളെ നിരീക്ഷിക്കാറുണ്ട്. പലപ്പോഴും അവളുടെ വീട്ടിൽ പലരും വന്നു പോകുന്നതായി രവി കാണുന്നു. അതിലൊന്ന് അവളുടെ സുഹൃത്ത് അരുണും മറ്റേത് അവളുടെ ബോസ് വിജയ് പ്രകാശുമാണ്. ഒരു ദിവസം അരുൺ ദേഷ്യപ്പെട്ട് അവളുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് രവി കാണുകയും അവൻ ഓടിപ്പോകുമ്പോൾ അവനെ തുറിച്ചു നോക്കുകയും ചെയ്യുന്നു. ഭാവിയിൽ അദ്ദേഹത്തിൻ്റെ അവസ്ഥ കൂടുതൽ വഷളാകുമെന്നും ഒരു കണ്ണു മാറ്റിവെക്കേണ്ടതുണ്ടെന്നും ഡോക്ടർമാർ അറിയിക്കുന്നു. അതിനായി 3,20,000 രൂപ ആവശ്യമാണെന്നും അവർ പറയുന്നു. ഒരു രാത്രി ശ്വേതയുടെ വീട്ടിൽ നിന്ന് പരിഭ്രാന്തമായ ഭാവത്തോടെ വിജയ് പ്രകാശ് പുറത്തേക്ക് വരുന്നത് രവി കാണുന്നു. സംശയം തോന്നി ഇറങ്ങിച്ചെന്ന് രവി ശ്വേതയെക്കുറിച്ച് അന്വേഷിച്ചു. അയാൾ അവനെ അകത്തേക്ക് വിളിച്ച് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ശ്വേതയെ കാണിക്കുന്നു. വിജയ് പ്രകാശ് ശ്വേതയെ കൊലപ്പെടുത്തിയെന്ന് രവി അനുമാനിക്കുന്നു. എന്നാൽ താൻ അവളെ കൊന്നിട്ടില്ലെന്നും അവളുടെ മരണത്തിൽ തൻ്റെ പേര് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സമൂഹത്തിലെ തൻ്റെ ബിസിനസ്സിനെയും പേരിനെയും ബാധിച്ചേക്കുമെന്നും വിജയ് പ്രകാശ് പറയുന്നു. അതുകൊണ്ട് രവിയുടെ കണ്ണിൻ്റെ അസുഖത്തിൻ്റെ ഓപ്പറേഷനായി 3,20,000 രൂപ വിജയ് പ്രകാശ് നൽകാമെന്നും ഇക്കാര്യം മറ്റാരോടും പറയരുതെന്നും രവിയോട് വിജയ് പ്രകാശ് പറയുന്നു. പണം നൽകാനായി ആശുപത്രിയിലെത്തിയ രവിയോട് 3,20,000 രൂപ പോരെന്നും പകരം 5 ലക്ഷത്തിനടുത്തൊരു തുക ആവശ്യമാണെന്നും ആശുപത്രി അധികൃതർ രവിയോട് പറയുന്നു. കൂടുതൽ പണത്തിനായി വിജയ് പ്രകാശിനെ രവി വിളിക്കുന്നു. എന്നാൽ ഇനിയും പണം നൽകാനാവില്ല എന്ന് വിജയ് പ്രകാശ് അറിയിക്കുന്നു. എന്നാൽ പണം നൽകാത്തതിനാൽ കൊലപാതകം നടന്ന ദിവസം രാത്രി ശ്വേതയുടെ വീടിന് സമീപം ഒരാളെ കണ്ടതായി രവി പോലീസിനെ അറിയിക്കുന്നു. പോലീസ് അവനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ചോദ്യം ചെയ്യുന്നു. ഇതിനിടയിൽ അരുൺ മുൻകൂർ ജാമ്യത്തിന് സ്റ്റേഷനിൽ അപേക്ഷിക്കുന്നു. ശ്വേതയുടെ വീട്ടിൽ താൻ കണ്ടയാൾ അരുൺ ആണെന്ന് രവി തിരിച്ചറിയുന്നു. കണ്ണിൻ്റെ ശസ്ത്രക്രിയയ്ക്കായി എങ്ങനെ പണം സ്വരൂപിക്കണമെന്ന് അറിയാതെ നിൽക്കുന്ന രവിയുടെ അടുത്തേക്ക് അരുണിൻ്റെ അഭിഭാഷകൻ എത്തുകയും അരുണിനെ ശ്വേതയുടെ വീട്ടിൽ കണ്ട കാര്യം പുറത്തു പറയാതിരുന്നാൽ 5 ലക്ഷം രൂപ നൽകാമെന്ന് പറയുകയും ചെയ്യുന്നു. തിരികെ വീട്ടിലേക്ക് നടക്കുമ്പോൾ രവിയെ ഒരു അപരിചിതൻ ആക്രമിക്കുന്നു. ഒടുവിൽ കോടതിയിൽ അരുണിനെ വിചാരണ ചെയ്യുന്നു. താനാണ് കൊലപാതകം ചെയ്തതെന്ന് അരുൺ സമ്മതിക്കുന്നു. അരുണിനെ കുറ്റവാളിയായി കോടതി കണ്ടെത്തുകയും ജീവപര്യന്തം തടവിന് വിധിക്കുകയും ചെയ്യുന്നു. ഇതിനിടയിൽ ശ്വേതയുടെ അടുത്തെത്തുന്ന രവിയെ ശ്വേത നിരസിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നു. അങ്ങനെ രവി ദേഷ്യത്തിൽ അവളെ കൊല്ലുന്നു. ആകെ തകർന്നിരിക്കുന്ന രവി കുറച്ച് വർഷങ്ങൾക്ക് ശേഷം കൊൽക്കത്തയിലേക്ക് താമസം മാറ്റി. പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം രവി പൂർണ്ണമായും അന്ധനായി മാറുന്നു. രവിയുടെ തെറ്റുകൾ അവന് ശിക്ഷയായി മാറി എന്ന് കാണിച്ചുകൊണ്ടാണ് ചിത്രം അവസാനിക്കുന്നത്.